ഹായ് മകളെ, കുറച്ചധികം ദിവസങ്ങളായി ഇതുപോലത്തെ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് ഞങ്ങൾക്കറിയാം നിങ്ങൾ പലതരത്തിലുള്ള ടെൻഷൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മുന്നിൽ ഇനി ഫേസ് ചെയ്യാനുള്ളത് നിങ്ങളുടെ എക്സാമുകളാണ്. സോ ഈ ഒരു സമയത്ത് ചെറിയൊരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനും കാണുക, പറ്റുന്ന അത്രയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് അയച്ചു കൊടുക്കുക. ഒരുപക്ഷെ സമാനമായിട്ട് നിങ്ങളെപ്പോലെ തന്നെ സങ്കടപ്പെട്ടിരിക്കുന്ന, ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരുപാട് മക്കളുണ്ടാവും. നിങ്ങളുടെ സങ്കടങ്ങൾ കാണുക എന്നത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അത് മാറ്റാൻ ഞങ്ങളെക്കൊണ്ട് എത്രത്തോളം ശ്രമിക്കാൻ പറ്റുമോ അത്രത്തോളം ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പോലും രാവിലെ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി, അതിനുശേഷം 10-11 മണി വരെ ക്ലാസ് എടുത്ത് വീണ്ടും ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാമെന്ന് കരുതിയിട്ട് മാത്രമാണ്. കാരണം അതിന് മാത്രം കമൻറ്റുകൾ, അതിന് മാത്രം മെസ്സേജുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ടെൻഷനാണ് സാർ, പഠിക്കാനൊന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ഒരിക്കൽ ലോകത്തിലെ ഒരു ധനികനായിട്ടുള്ള ഒരാൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോവുകയാണ്. അവിടുന്ന് കോഫിയും കാര്യങ്ങളൊക്കെ കുടിച്ചു. അതിനുശേഷം അദ്ദേഹം ബില്ല് കൊടുത്ത് പുറത്തിറങ്ങാൻ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ വെയിറ്റർ ചോദിക്കുകയാണ്, ടിപ്പ് ചോദിച്ചു. ടിപ്പ് ചോദിച്ച സമയത്ത് അദ്ദേഹം ചെറിയൊരു ടിപ്പ് എടുത്തു കൊടുത്തു. ടിപ്പ് എടുത്തു കൊടുത്തതിന് ശേഷം ഈ വെയിറ്റർ ഇദ്ദേഹത്തോട് പറയാണ്, സാറിൻ്റെ മകള് എനിക്ക് ഈ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്ന സമയത്ത് തരാറുള്ളത് $5, പക്ഷേ സാർ എനിക്ക് $1 മാത്രമാണ് തന്നത്. വിഷമമൊന്നുമില്ല, ഞാൻ സാറോടൊന്ന് പറഞ്ഞു എന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം മറുപടി കൊടുത്തു. അദ്ദേഹം കൊടുത്ത മറുപടി ഇങ്ങനെയാണ്, എൻ്റെ മകള് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധനികരിൽ ഒരാളായിട്ടുള്ള ആളുടെ മകളാണ്, എന്നാൽ ഞാൻ കേവലം ഒരു കർഷകൻ്റെ മകനാണ് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖങ്ങളെല്ലാം നിങ്ങൾ ഉണ്ടാക്കിയതാണോ? അല്ല അല്ലേ? നമ്മുടെ പാരൻസ് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ചോര വിയർപ്പാക്കി മാറ്റിയിട്ട് ഉണ്ടാക്കിയ പൈസ തന്നെയാണ് നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ സുഖ സന്തോഷങ്ങളും. ഒരു പക്ഷേ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ സാധാരണ റൂമുകളിൽ നിന്ന് ക്ലാസ് കേൾക്കുന്നുണ്ട്, നല്ല തണുത്ത റൂമുകളിൽ നിന്ന് ക്ലാസ് കേൾക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ പലതരത്തിലാണ് നമ്മുടെ ഓരോ സിറ്റുവേഷനും മുന്നോട്ട് പോകുന്നത്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് നമ്മൾ അധ്വാനിച്ച ഒരു എമൗണ്ട്, നമ്മൾ അധ്വാനിച്ച ഒരു കഷ്ടപ്പാടിൻ്റെ, ഒരു വിയർപ്പിൻ്റെ, അധ്വാനത്തിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കേണ്ടേ? അതിനെന്ത് ചെയ്യണടാ? അതിന് ഇപ്പോൾ ആയ കാലത്ത് നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് പഠിക്കുക എന്നത് തന്നെയാണ്. നിങ്ങൾ എപ്പോഴും സങ്കടപ്പെടുന്നത് ഫുൾ A+ കിട്ടുമോ ഫുൾ മാർക്ക് കിട്ടുമോ എന്ന കാര്യത്തിലാണ്. നിങ്ങളുടെ ടെൻഷനും അതാണ്. താൽക്കാലികമായിട്ട്, പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് എക്സാമിനൊക്കെ തന്നെ നിങ്ങൾ മാറ്റി വെക്കേണ്ടതും ഈ ഒരു ചിന്തയാണ്. ക്രിസ്മസ് എക്സാം എന്നില്ല, ഏത് എക്സാമിലാണെങ്കിലും നിങ്ങൾ ആ ചിന്തകൾ അങ്ങ് മാറ്റി വെക്കുക. പകരം അതിനുവേണ്ടി പണിയെടുക്കുക. അത് കിട്ടിയാൽ അത്രയും സന്തോഷം, കിട്ടിയില്ലെങ്കിൽ പ്രശ്നമില്ല എന്ന് നിങ്ങളെ മൈൻഡിനോട് പറയുക. എന്നിട്ട് മാക്സിമം എഫേർട്ട് എടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. പഠിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമേ, അല്ലെങ്കിൽ അധ്വാനിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. നമ്മുടെ ലൈഫിൽ കുറേ ഭാഗ്യങ്ങളുണ്ട്. ചില ആളുകളുണ്ട് നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, പക്ഷെ ചെറിയ ഭാഗ്യക്കേട് കൊണ്ട് അവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഇല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അമിതമായിട്ടുള്ള പ്രതീക്ഷകൾ മാറ്റി വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ്. നിങ്ങൾ ഫുൾ A+ എന്നോ ഫുൾ മാർക്ക് എന്നോ എന്നുള്ള ലക്ഷ്യം അവിടുന്ന് മാറ്റി വെച്ചുകൊണ്ട് ഓരോ ചാപ്റ്ററും അടിപൊളിയായിട്ട് പഠിക്കാൻ ശ്രമിക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ ഒന്ന് പഠിച്ചു നോക്കും, നിങ്ങളുടെ ടെൻഷനൊക്കെ പമ്പ കിടക്കും. ഓരോ ചാപ്റ്റർ കഴിയുന്ന സമയത്തും നിങ്ങളൊന്ന് ടിക്കിട്ട് പോയി നോക്കിയേ, എങ്കിൽ അടുത്ത ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് തന്നെ പറയും. അങ്ങനെ നിങ്ങൾ കംപ്ലീറ്റ് ആക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് എന്ത് സങ്കടങ്ങൾ ഉണ്ടെങ്കിലും, എത്ര രീതിയിലുള്ള ടെൻഷൻ ഉണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോകളുമായിട്ടും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് സ്റ്റേ പോസിറ്റീവ്. നമ്മൾ അധ്വാനിച്ച പണം കൊണ്ട് ജീവിക്കാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാവണം എന്ന സ്വപ്നം നിങ്ങൾ കാണുക. അതിനുവേണ്ടി പണിയെടുക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. തീർച്ചയായിട്ടും റിസൾട്ട് പതിയെ വരുന്നതാണ്. ഇറ്റ്സ് മീ ഷാജിദ്.